ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ 5ാമത്തെ കൺട്രിയിൽ ലാൻഡ് ചെയ്തേക്കുവാണ്. ഏതാണ് ആ കൺട്രി എന്നല്ലേ? അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഇത് ജസ്റ്റ് ഒരു ഹോട്ടൽ റൂമല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബിൽഡിംഗ് കാണിച്ചു തരാം. ആ ബിൽഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ എവിടെയാണ് എന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇപ്പം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഏത് കൺട്രിയാണെന്ന്. എന്താ അല്ലേ, ഫുൾ ഡേ നമുക്ക് ഇങ്ങനെ ഈ ട്വിൻ ടവറും കണ്ട് നമ്മളുടെ റൂമിൽ ഇങ്ങനെ മടി പിടിച്ച് കിടക്കാം. അമ്മാതിരി ഒരു ക്ലൈമറ്റും നല്ല റൂമും പിന്നെ അടിപൊളി വ്യൂവും. ട്വിൻ ടവർ മാത്രമല്ല, ഫുള്ള് വലിയ വലിയ ബിൽഡിങ്സാണ്, ചുറ്റിനും നല്ല വലിയ വലിയ ബിൽഡിങ്സും. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഇത് 30th ഫ്ലോറാണ്. ഞങ്ങളുടെ റൂം വന്നിരിക്കുന്നത് 30th ഫ്ലോറിൽ നിന്നാണ്. അപ്പോൾ 30th ഫ്ലോറിൽ നിന്നുള്ള ആ ഒരു ബാൽക്കണി അല്ല, റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ട്വിൻ ടവർ ഇവിടെ ഇരുന്ന് ഈ റൂമിലിരുന്ന് ഇങ്ങനെ ഫുള്ള് നമുക്ക് കാണാം. പിന്നെ താഴെ നോക്കുമ്പോൾ നമുക്ക് KLCC പാർക്കും അവിടെ KLCC സൂര്യ മോളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഹൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഹൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ സ്നാക്സ് ഒക്കെ തരുന്നൊരു കുറച്ച് പോഷ് പേരാണെന്നുണ്ടോ ഹൈറ്റി. കുറച്ചധികം സ്നാക്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. രാവിലെ എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി 12:40 ഫ്ലൈറ്റിനാണ് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 7:30 അല്ലേ? 7:30 ആയപ്പോൾ ലാൻഡ് ചെയ്തു. 7:30 നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ മറ്റേ എക്സ്പ്രസ് എടുത്തു, ക്ലിയ അല്ലേ? ക്ലിയ എക്സ്പ്രസ് എടുത്തു. എന്നിട്ട് അത് ഓൾമോസ്റ്റ് അവർ 28 മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞു. കറക്റ്റ് 28 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ KL സെൻട്രലിലെത്തി. പിന്നെ നമ്മൾ KL സെൻട്രലിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ശരിക്കും ചെക്ക് ഇൻ 2 o'clockനായിരുന്നു. പക്ഷേ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരി, റിസപ്ഷനിൽ വരെ നമുക്ക് മാക്സിമം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് റൂം ആക്ച്വലി ഞങ്ങൾ ബുക്ക് ചെയ്തത് ഏതായിരുന്നു? ഏത് ഫ്ലോർ? ഞങ്ങൾ ബുക്ക് ചെയ്തത് 14th. കുറച്ച് ചെറിയൊരു ചാർജസ് വന്നു കഴിഞ്ഞാൽ ഏർലി ചെക്കിന് ഈ 30th ഫ്ലോർ റൂം അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു എമൗണ്ട് ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ട് റൂം അപ്ഗ്രേഡ് ചെയ്തു, പ്ലസ് ഏർലി ചെക്കിനും ചെയ്തു. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി, വെറുതെ ഇവിടെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് നോക്കി ഇരുന്നാൽ മതി ഫുൾ ടൈം. അത് രാവിലെ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നല്ലേ, ചെറിയൊരു ചാറ്റൽ മഴയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് ചൂടില്ലാന്ന് തോന്നുന്നു, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഒന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റായി തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പോയി ഹൈറ്റി കുടിക്കണം. ഹൈറ്റി കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മോളൊന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഹൈറ്റി കുടിക്കാനായിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ നല്ല വ്യൂ, പെട്രോണസ് ടവറിൻ്റെ തന്നെ അടിപൊളി വ്യൂ ആണ്. അപ്പം ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്കിരുന്ന് ഹൈറ്റി കുടിക്കാം. പക്ഷേ ഹൈറ്റിക്ക് വന്നിട്ട് ഞങ്ങൾ ടീ ഒന്നും എടുത്തില്ല, ജസ്റ്റ് ജ്യൂസാണ് എടുത്തത്. പിന്നെ നമ്മുടെ സ്നാക്സ് ഒക്കെ ഉണ്ട്. അത് സ്കോൺസ്, രാവിലെ ഇപ്പോൾ കഴിക്കുന്ന സ്കോൺസ്. പിന്നെ നമ്മളുടെ സ്നാക്ക് ഉണ്ട്. ഇതിനെന്താ പറയുക? അയ്യോ, ഞാൻ മറന്നുപോയി. നമ്മളുടെ ആ മറ്റേ കാരച്ചവ് എന്താ അങ്ങനെയൊക്കെ ഉണ്ട് പറയും നമ്മുടെ അവിടെ. പിന്നെ ഇത് പക്കാവട, പിന്നെ കുറച്ച് ഇത് സ്കോൺസ്, ഫ്രൂട്ട്സ്. ഇത് 2 യെല്ലോ വാട്ടർമെലനാണ് ഇത്. പിന്നെ ഇത് മധുരമില്ലാത്ത അതൊക്കെ. പിന്നെ ഇൻഫ്യൂസ്ഡ് വാട്ടർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഇത് ഇത് ചിക്കൻ സാൻഡ്വിച്ചും. ഇതെന്താ? ചിക്കൻ സ്മോക്ക്ഡ് ചിക്കനും ഒന്ന് വേറെന്തോ. ഓക്കെ, അപ്പം ഞങ്ങളിതും കൂടി കഴിച്ചിട്ട് പുറത്തിറങ്ങണം. അറിയില്ല. എന്ത് വലിയ ബിൽഡിംഗ് എന്നറിയാം. ഇവിടെ ഉണ്ടൊരു വലിയ ബിൽഡിംഗ്, അതിൻ്റെ ഷേപ്പൊക്കെ നോക്ക്. നോവോട്ടല്ല, വിന്ദാമൊക്കെ ഉണ്ട്. വിന്ദാം പവലിയൻ, അത് വിന്ദാമ. അത് പക്ഷെ പണി നടക്കുന്നതാണ്, അത് നെറ്റ് ഇട്ടേക്കുന്നതാണ്. ലെക്സിസ്, പുൾമനൊക്കെ കണ്ടായിരുന്നു. ആ വിന്ദാമിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്, പക്ഷേ ഇപ്പം കാണുന്നില്ല. നമ്മൾ റോഡിൽ കൂടി വന്നപ്പോൾ കണ്ടത്. എന്ത് രസമല്ലേ, എല്ലാം മറ്റേ വലിയ വലിയ ബിൽഡിങ്സ് അല്ലേ. ഇവിടെ മറ്റേ മിനിമം 40 നില വേണമെന്ന് തോന്നുന്നു. 30ന്റെ മേലെ മിനിമം. ഈ ബിൽഡിങ്ങൊക്കെ എനിക്ക് എത്തുന്നില്ല നോക്കിയിട്ട്.
നമ്മൾ നിൽക്കുന്നത് തന്നെ 33-ാമത്തെ നിലയിൽ, എന്നിട്ടും അതങ്ങ് നിൽക്കുക ആ ബിൽഡിംഗ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. റെസ്റ്റോറൻറ്റ് ഏരിയ അല്ലേ ഇത്? ലോഞ്ച് ഏരിയ. നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂള് കാണാം. പക്ഷെ എവിടെ നിന്നാലും ഈ പെട്രോണസ് ട്വിൻ ടവറിൻ്റെ ഫുൾ വ്യൂ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോട്ടലിൻ്റെ പേര് ട്രേഡേഴ്സ് ഹോട്ടൽ അല്ലേ? ട്രേഡേഴ്സ് ഹോട്ടൽ എന്നാണ്. ഞങ്ങൾ കുറേ ഇങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ്. കാരണം ഇവിടെ മാത്രമാണ് ഈ പെട്രോണസ് ട്വിൻ ടവറിൻ്റെ ഇങ്ങനത്തെ ഫുൾ വ്യൂ നമുക്ക് കിട്ടണം. ബാക്കി എല്ലായിടത്തും ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോർണറിൽ നിന്നൊക്കെ ഉള്ള വ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഫുള്ള് നമുക്ക് ആ ബിൽഡിംഗ് ഫുള്ള് നമുക്ക് വ്യൂ കിട്ടും. ഇതാണ് സ്കൈ ബാർ. ഓ, സ്കൈ ബാറും സ്വിമ്മിംഗ് പൂളും തമ്മിൽ ഒരുമിച്ചാണ് വച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് സ്കൈ ബാർ എന്നുള്ള അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ വ്യൂ എന്ന് പറയുന്നത്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അങ്ങറ്റം ഒരു DJ പാർട്ടി അല്ലെങ്കിൽ DJ പ്രോഗ്രാം, പാട്ടൊക്കെ പറ്റി അങ്ങനത്തെ പരിപാടിയൊക്കെ വെക്കുന്ന പോലത്തൊരു ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് കഴിഞ്ഞിട്ട് കോക്ടെയിൽ പാർട്ടി. അതെ, ഹൈറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് അപ്പോൾ തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് അടുത്ത കോക്ടെയിൽ പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഫുഡുണ്ട്. പിന്നെന്താ വൈനല്ലേ, വൈന്, പിന്നെന്തോ മോക്ടെയിൽ, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം മിക്കവാറും ഇതിൻ്റെ ലൈറ്റ് ഓൺ പുള്ളി പറയുന്നുണ്ടായിരുന്നു ലൈറ്റ് ഓൺ ആവാനുള്ള ടൈമുണ്ട്. ചിലപ്പോൾ ഇപ്പം ആവും, ഇല്ലെങ്കിൽ ഞങ്ങൾ റൂമിൽ പോയിട്ട് റൂമിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ്? വെജ് റോള്, പിന്നെ ഫിഷിൻ്റെ എന്തൊരു സാധനം, പിന്നെ ചിക്കൻ, KFC ചിക്കൻ പോലത്തെ സാധനം അല്ലേ? മീൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ്? സാധാരണ മലേഷ്യയിൽ വന്നിട്ട് മീനൊന്നും അധികം കഴിക്കരുതെന്നാണല്ലോ പറയുന്നത്. കൊള്ളാമല്ലേ? പിന്നെ മീനിന് ആ ഉളുമ്പ് ടേസ്റ്റ് ഒന്നും ഇല്ല, വലിയ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര കട്ടി സ്കിന്ന് ഭയങ്കര കട്ടി സ്കിന്ന്. അത് ഞാൻ സ്കിന്ന് കഴിക്കുന്നില്ല. നാട്ടിലൊന്നും കിട്ടാനിട്ട് മഞ്ഞ കളർ തണ്ണിമത്തിന് ഇവിടെ വന്ന് കഴിക്കുന്നില്ല. നാട്ടിൽ വെച്ച് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതുവരെ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മലേഷ്യ വരെ വരേണ്ടി മഞ്ഞക്കളർ തണ്ണിമത്തൻ്റെ. അങ്ങനെ ഞങ്ങൾ കോക്ടെയിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് ലൈറ്റപ്പ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോഴും കാണാൻ പറ്റുമായിരുന്നേ, പക്ഷെ ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി. ഇപ്പോൾ ഒരു ഭംഗി പോയേ. ആ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇവിടുത്തെ. അമ്പോ, എന്താ രസം നോക്ക്, അടിപൊളി, നല്ല രസമുണ്ട്. ലൈറ്റപ്പൊക്കെ ഇങ്ങനെ കണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും താഴെ നമ്മളുടെ KLCC പാർക്കിൽ ലൈറ്റ് ഷോയും തുടങ്ങി. എന്താ ഇവിടെ ഉണ്ട്, അത് ജസ്റ്റ് ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഗാർഡനിലെ ലൈറ്റ് ഇട്ടിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പൊ ബ്ലൂ ആയി. പക്ഷെ അവിടെ വാട്ടർ ഫൗണ്ടൈൻ്റെ കൊള്ളാം. ഇത് അവിടെ ചെന്ന് കാണണമെന്നില്ല, ഇവിടെ കണ്ടാൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മറ്റേ ലിസ്റ്റിലുള്ള കുറെ സാധനങ്ങൾ കവർ ചെയ്ത് ഇതുവരെ പുറത്തോട്ടിറങ്ങില്ല റൂമിന്റെ. പക്ഷെ കുറെ സാധനങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ എന്തെല്ലാം കവർ ചെയ്തത്. ഇത് 4 സീസൺസിന്റെ ബിൽഡിംഗ് ആയിരുന്നു. നമ്മള് മറ്റേ പാകിസ്ഥാനിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു അതല്ലേ 4 സീസൺസ്. നമുക്ക് സലോമ ബ്രിഡ്ജ് കണ്ടിട്ട് വരാം. ഇവിടെ നിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഓളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സലോമ ബ്രിഡ്ജ്, സലോമ ലിങ്ക് എന്നൊക്കെ പറയും. ജസ്റ്റ് എന്താണ്, ഒരു റോഡിൻ്റെ കുറുകെ ഉള്ളതാണ്. നമ്മളിങ്ങനെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കുറേ ലൈറ്റപ്പൊക്കെ ചെയ്തൊരു ബ്രിഡ്ജ്, ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതെന്താണെന്ന് നോക്കാം. പെട്രോണസ് ടവറിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇവിടെ ബഗ്ഗി സർവീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ബഗ്ഗിക്ക് ഞാൻ കോൾ ചെയ്തു, വരുമായിരിക്കും അല്ലേ? നോക്ക്, കൊള്ളാം, ആ രസമുണ്ട് അല്ലേ? ഇങ്ങനെ നിൽക്കാം.
ഇവിടെ നിന്ന് ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു മറ്റേ ഇതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഉണ്ടാക്കുന്നു. പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ ആണോന്ന് അറിയില്ല. അല്ല, ഈ സൈഡിൽ കൂടെ ഇങ്ങനെ എന്തോ ഒരു വഴിയില്ലേ, അപ്പം നേരെ ആ KLCC സൂര്യ. ശരിക്കും നമുക്ക് നടന്നു പാർക്കിംഗ് കാണാൻ. പക്ഷെ പാർക്ക് നമുക്ക് സമയമുണ്ട്. ശരി, രാത്രി പോയിട്ട് കാര്യം. ആ, രാത്രി പോയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, കുറേ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അവർ. മേലെ നോക്കുമ്പോൾ തന്നെ കാണാം. ജസ്റ്റ് അതായത് ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ്, ബഗ്ഗി സർവീസ്. അപ്പോൾ അവർക്കത് നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ജസ്റ്റ് കീ കാർഡ് ചോദിച്ചു. പരിപാടി മറ്റേ വെള്ളം, അതിനകത്തൊക്കെ നിറയെ ആൾക്കാരുണ്ട് അല്ലേ. ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ. നമ്മൾ അവിടെ നോക്കുമ്പോ തിരക്ക് കാണുന്നുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും തിരക്കുണ്ടെന്ന് തോന്നിയില്ല. ഇവിടെ വന്നപ്പോ നല്ല തിരക്ക്. ഈ കാണുന്ന ഹോട്ടൽ എവിടെ? ഈ കാണുന്ന ഹോട്ടൽ അല്ലേ, അവിടെ നിന്നാണ് നമ്മള് ഈ ടവർ കണ്ടോണ്ടിരുന്നത്. ആ ശരിയാ, ആ ഇപ്പൊ കാണാൻ കേട്ടാ. ശരിയാണ് കേട്ടാ, രാത്രി ആവുമ്പോ കാണാൻ പറ്റും. ആ ഒരു ബ്ലാക്ക് കളർ ടിൻഡഡ് ഗ്ലാസ് ആണല്ലോ. നല്ല തിരക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ. ഇവിടുത്തെ 10 മണിയായി. ആ രാത്രി 10 മണിയായി. ഞങ്ങള് ഇപ്പൊ എന്താ സൂര്യ KLCC മാൾ അല്ലേ, KLCC മാളിന്റെ ഉള്ളിലോട്ട് വന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി അല്ലേ, ഒന്ന് കറങ്ങി കണ്ട്. എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടോ? ഇന്ന് ഷോപ്പിംഗ് ഒന്നും ഇല്ല. ഇന്ന് ഷോപ്പിംഗ് ഇല്ല. പിന്നെ ഇന്നെന്തിനാ ഞാൻ വന്നത്? അങ്ങനെയല്ല, നമ്മൾ സലോമ ഇതും കാണും, പെട്രോൾ ഷോപ്പിംഗ് നമുക്ക് മറ്റേ സ്ഥലത്ത് നിന്നാക്കാം. ഏതാ? ഗെൻഡിങ് ഐലൻഡ്. ഓക്കെ, അപ്പം ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊരു മടി, അപ്പോൾ ഞാൻ എന്തായാലും ക്ലോസ് ചെയ്ത് വെക്കാം. ലൈറ്റായിട്ട് ഫുഡും കഴിച്ച് സലോമ ബ്രിഡ്ജും കണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഞങ്ങൾ KLCC സൂര്യ മോളിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് നിങ്ങൾ പെട്രോണാസ് ടവർ കാണാൻ വേണ്ടി പുറത്തോട്ട് വന്നു. ഇതെല്ലാം പക്ഷെ നമ്മൾ കാണുന്ന ആ സൈഡല്ലേ. ആസ്കോട്ട് ഒക്കെ ഇവിടെയാ. ആസ്കോട്ട് സ്റ്റാറും ആസ്കോട്ട് സ്റ്റാർ അതാന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പെട്രോണസ് ടവർ അതുവഴിയാണിങ്ങനെ കാണിച്ചപ്പോൾ നമ്മൾ ഇതെവിടെ സാധനം എവിടെ നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നതല്ലേ. ആ സൂര്യമണ്ഡലിൻ്റെ ഉള്ളിൽ കൂടി നടന്നു. 2 സൈഡിലും ആയിട്ട് ഈ ട്വിൻ ടവർ ഇങ്ങനെ നിൽക്കുന്നത്. എന്താ കിട്ടോ? അമ്മേ, നോക്കിട്ട് തന്നെ തല ഇറങ്ങുന്നു. ഇതെടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റൂല. അതാ നോക്കിയാ ഫ്രെയിം എങ്ങനെ കിട്ടുന്നു. എന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. എങ്ങനെ അവർക്കറിയായിരിക്കും എങ്ങനെ എടുക്കണ്ടെന്ന്. കുറച്ചുകൂടെ ഒക്കെ ബാക്കിൽ നിന്നിട്ട് ആ എടുക്കുന്നു. ഇങ്ങനെ കാണിക്കാൻ കിട്ടുമോ? ഇല്ല. ഞങ്ങളും പോട്ടെ കുറേ ദൂരത്തോട്ട്. അതെ, കുറേ ദൂരം എവിടെയെങ്കിലും പോയാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. കിട്ടുമല്ലോ. ആ ക്ലോസ്. അങ്ങനെ തിക്കിലും തിരക്കിലും ഒക്കെ കുറേ നിന്ന് നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തല്ലേ. കറക്റ്റായിട്ട് വന്നൊന്നുമില്ല. കറക്റ്റ് വന്നൊന്നുമില്ല, എന്നാലും 2 ട്വിൻ ടവർ ഉണ്ട് എന്നുള്ളത്. എങ്ങനെ പോയാലും എത്ര ദൂരത്ത് നിന്ന് നിന്നാലും അതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല അല്ലേ. 2 ടവറും. അതെ, KLCC ടവർ. KL ടവറിന്റെ ടോപ്പ് മാത്രം കാണാം അല്ലേ. ഇച്ചിരി ഒരു അറ്റം മാത്രം. അത് ശരിക്കും നല്ല ദൂരെയാ. അത് ദൂരെ. ഇതും തമ്മിൽ ട്വിൻ ടവറും തമ്മിൽ എത്രയോ മീറ്ററിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ പല സ്ഥലത്തെ അടച്ചല്ലേ. പല സ്ഥലത്തെയും ഗേറ്റ് അടച്ചത്. അവിടെ കൂടി നമുക്ക് എക്സിറ്റ് ചെയ്യാം. ചൂടുണ്ട് അത്യാവശ്യം.
രാഹുൽ വേർത്ത് കുളിച്ചില്ലേ അവിടെ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട്. ഫോട്ടോ എടുക്കാൻ നോക്കിയതുകൊണ്ട് ഫോട്ടോയൊക്കെ കുഴപ്പമില്ല, കൊള്ളാം ഒരുവിധം. കിട്ടില്ല. എനിക്കൊന്നും അതിനേക്കാളും നല്ലത് നമ്മളെ റൂമിൽ ഇരുന്ന് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നല്ലേ. റൂമില് നല്ല ഫോട്ടോ കിട്ടും. നാളെ രാവിലെ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് റൂമിൽ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ട് വരാം. അങ്ങനെ വേറൊരു ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും സലോമ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഇല്ല, ലൈറ്റ് ഓഫ് ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ. അതല്ലേ ബ്രിഡ്ജ് അങ്ങോട്ട് നടക്കണം. ടിക്കറ്റ് ഇല്ല, അതൊരു ബ്രിഡ്ജ് അല്ലേ. എല്ലാവരും പോകുന്ന വഴി നമ്മളും പോവാണല്ലേ. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. പക്ഷെ അതേ ഇതേ അവിടെ അതേ കുറച്ച് കാണാട്ടെ. പിങ്ക് കളറിൽ കാണുന്നത് സത്യം. അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഒരു അടിപൊളി ഒരു സ്ട്രക്ചറിലൊരു ബ്രിഡ്ജ് പണിത്. ഇതെന്താ സെമിത്തേരി? അയ്യോ അല്ല അടുത്ത ദൂരെ അല്ലേ നമ്മള് താമസിക്കുന്ന സ്ഥലം. ബിവെയർ ഓഫ് ഫോട്ടോഗ്രാഫി സ്കാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഫുൾ ആൾക്കാർ അങ്ങനെയല്ലേ, കുറേ ഇങ്ങനെ ഒരു ഇതിൽ തന്നെ കുറേ മൊബൈലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത്. സെമിത്തേരി കാണിക്കട്ടെ, കണ്ടോ? കുഞ്ഞു സെമിത്തേരിയാണോ? മീൻസ് കല്ലറ കുഞ്ഞതാണോ? കുറച്ച് നടക്കാനുണ്ടല്ലേ. വാ വേഗം നടന്നോ, കുറച്ച് നടക്കാനുണ്ടെന്ന് അങ്ങോട്ട്. ആണോ? അവിടെ നിന്ന് റൈറ്റിലോ ലെഫ്റ്റിലോട്ട് നടക്കാം. അതേ മിക്കി മൗസ് വരുന്നു. മിക്കി മൗസ് പുള്ളി പണിയൊക്കെ കഴിഞ്ഞ് കോട്ടും സൂട്ടൊക്കെ ഊരും. അതേ സലോമ ബ്രിഡ്ജ്. അല്ലേ, ഒരു റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് അടിപൊളി സെറ്റപ്പാക്കി ലൈറ്റൊക്കെ ചെയ്ത് നല്ല സ്ട്രക്ചറിലൊക്കെ പണിത് പേരും ഇട്ട് വെച്ചു. കനാലുണ്ട്. ഒരു കനാലും ഒരു ഹൈവേയും. ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ കളർ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പൊ ബ്ലൂ ആയി. സലോമ ബ്രിഡ്ജ് ഒന്നുമില്ല. അമ്പോ കൊള്ളാല്ലേ. കളർ റെഡായി. കിട്ടോ? എന്തെങ്കിലും കാണാൻ പറ്റുമോ? എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒരു ചെറിയൊരു മഞ്ഞ കളറ്. ഇത് ഇവിടെ നിന്നും ട്വിൻ ടവർ കാണാം. എവിടെ നോക്കിയാലും കാണാന്നല്ലേ. ഇത് ആടുന്നുണ്ടോ? ഞാനും വിചാരിച്ചു മേലോട്ട് നോക്കിയപ്പോ തല ഇറങ്ങിയതാണ്. ആടുന്നുണ്ടായി. നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ, ഇതും കഴിഞ്ഞു. സലോമ ബ്രിഡ്ജ് കഴിഞ്ഞു. 2 ഫോട്ടോസ് എടുക്കണം, പോണം. സ്ക്രീൻ ക്യാപ്ചർ ഇത് 4K ഇതല്ലേ? 4K സ്ക്രീൻ ക്യാപ്ചർ എടുത്ത് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. എനിക്ക് അപ്പുറത്തെ എൻ്റെ ഇറങ്ങിയിട്ട് അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അപ്പുറത്തെ എൻഡിലായിരിക്കും നല്ല വ്യൂ, നല്ലത് വ്യൂ അല്ലേ. ബാക്കിലെ ട്വിൻ ടവർ വ്യൂ, സലോമ ബ്രിഡ്ജിന്റെ വ്യൂ. അതാണ് അവിടെ തിരക്കല്ലേ. അതാണ് അവിടെ തിരക്കുന്നല്ലേ. ഫോട്ടോ എടുക്കുന്നവരുടെ അതിപ്രസരമാണ്. ഇത് ഫുഡ് സ്ട്രീറ്റ് ആണോ താഴെ? ഫുഡ് സ്ട്രീറ്റാ? പിസ്സ ഹട്ടാണ്.
ഈ വ്യൂവിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ അല്ലേ അതെ സ്ഥലവും ഇതും കൂടി കിട്ടാൻ വേണ്ടി. കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സലോമ ബ്രിഡ്ജും കണ്ടു അല്ലേ. അതെ പക്ഷേ ഒരു രസമുണ്ട് കേട്ടോ, അങ്ങനെ കളറൊക്കെ മാറി മാറി വരുമ്പോൾ അതെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ. അവർ വന്ന് ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഈ പെട്രോണസ് ടവർ അടിപൊളിയായിട്ടുണ്ട് ഇതിൽ കൂടി കാണാൻ. പിന്നെ ആ സൈഡിൽ ആ ബാങ്ക്, പബ്ലിക് ബാങ്ക് എന്താ RBL ബാങ്ക് പബ്ലിക് അല്ല അല്ല പബ്ലിക് ബാങ്കാ, UBA എന്തോ ബാങ്ക് കൊള്ളാം. ബാങ്കും കൊള്ളാം. അതിൻ്റെയൊക്കെ തിരക്കാണ് എല്ലാം. മറ്റേ ഇങ്ങനെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്സ് അല്ലേ ചുറ്റും. ഒന്നും മറ്റേ പ്രൗഢിക്കൊരു കുറവും ഇല്ലാത്ത ബിൽഡിങ്സ്. ഈ ലൈറ്റിന് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അവർ വേറെ സ്ട്രീറ്റ് ലൈറ്റും അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വഴിയിലൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അയ്യോ നടന്ന് ക്ഷീണിച്ചു. ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ആക്ച്വലി ഇന്നാണ് ഏറ്റവും കുറവ് നടത്തം വരുന്നത്. ഇപ്പം തന്നെ നടന്ന് ക്ഷീണിച്ചു. ഇവിടെ ഇപ്പോൾ എത്ര സമയമായി? 12 അല്ലേ. നെക്സ്റ്റ് ഡേ ആയി. ട്വിൻ ടവറിൻ്റെ ലൈറ്റ് ഇപ്പോഴും ഉണ്ട്. സാധാരണ 12 മണിക്ക് ഓഫ് ചെയ്യുമെന്നൊക്കെയാണ് കേട്ടോ അല്ലേ. 12 ഇപ്പോഴും അവിടെ ലൈറ്റ് ഉണ്ട്. പക്ഷേ മോൾ അടച്ചു. മോളിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കയറി വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ കറങ്ങി അതൊക്കെ നടന്ന് വന്നു. അപ്പോൾ 1/2 കിലോമീറ്റർ നടന്നു. 1.5 കിലോമീറ്റർ നടന്നു. കുഴപ്പമില്ല, നല്ലതാ. വെക്കേഷൻ വീട്ട് പറയാം. അങ്ങനെ ഇനിയിപ്പോൾ എന്താ, അപ്പം ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിലുള്ള ആകെ അക്വേറിയം മാത്രം കാണാൻ പറ്റിയില്ല. അക്വേറിയം മാത്രം നമ്മളുടെ പ്ലാനിലുള്ളത് നടന്നില്ല. കാരണം ഞങ്ങൾ വന്ന് സെറ്റിൽ ആവാനുള്ള ടൈമായിരുന്നു ഇന്ന് ശരിക്കും. അപ്പോൾ ഇന്ന് വന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നമ്മളുടെ രാത്രി ഫ്ലൈറ്റ് നൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഉറങ്ങി ഉറക്കം തീർക്കുക. അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അക്വേറിയവും ഇതൊക്കെ പോകാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണിയൊക്കെ വന്നത് കാരണം അത് കുറച്ച് ഡിലേ ആയി. അപ്പോൾ അക്വേറിയം മാത്രം പോയില്ല. അത് നാളെ രാവിലെ നമുക്ക് കവർ ചെയ്യാം. പിന്നെ KLCC പാർക്കും അതായത് തൊട്ട് താഴെ. പക്ഷേ ആക്ച്വലി ഇവിടെ നിന്ന് മേലെ നിന്ന് കാണുന്നുണ്ട്. ഇനിയിപ്പം നടന്നു പോയി അത്രയും കാണേണ്ട ആവശ്യമില്ലെന്ന്. ഈവൻ ലൈറ്റ് ഷോ വരെ നമ്മൾ കണ്ടല്ലേ, വാട്ടർ ഫൗണ്ടൻ ഷോ വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റി. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വരുന്നതും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും സൂപ്പറായി. നമ്മൾ പെട്രോണസ് ടവർ കണ്ടു, സലോമ ബ്രിഡ്ജ് കണ്ടു, കുറച്ച് കറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ബാക്കി നാളെ. ബൈ.